ഗുരവേ നമഃ. വേദിയിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും അതേപോലെ തന്നെ സദസ്സിലിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരിയുടെ നമസ്കാരങ്ങൾ. ഞാൻ വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരി ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാമായിരിക്കും. കന്യാകുമാരിയില് നമ്മളൊക്കെ കന്യാകുമാരി എന്ന് കേൾക്കുമ്പോൾ വിവേകാനന്ദ പാറയാണ് നമ്മുടെ മനസ്സിലോടി വരുന്നത്. ഒരു സുന്ദരമായ 3 കടൽ ചേരുന്ന ത്രിവേണി സംഗമത്തില് ഒരു സുന്ദരമായ പാറയുടെ മുകളിൽ ഒരു ഹർമ്യം, അതാണ് വിവേകാനന്ദ ശിലാസ്മാരകം. അവിടെ സ്വാമി വിവേകാനന്ദൻ ഭാരതം മുഴുവനും സഞ്ചരിച്ച് അവസാനം അവിടെ എത്തിച്ചേർന്നു. ആ സഞ്ചാരം ഭാരതത്തിലുടനീളം സഞ്ചരിക്കാനുള്ള കാരണം തന്നെ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ പറഞ്ഞു, നീ അമ്മയുടെ കാര്യം ചെയ്യണം നരേന്ദ്ര എന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാമി വിവേകാനന്ദ എന്ന മഹത് വ്യക്തിയുടെ ചെറുപ്പകാലത്തിലെ പേരാണ് നരേന്ദ്രനാഥ് ദത്ത. അദ്ദേഹത്തോട് അമ്മയുടെ കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ഏത് അമ്മ, ജന്മം കൊടുത്ത ജനനിയായ ഭുവനേശ്വരി ദേവിയോ അതോ ഗുരുപത്നിയായ ശ്രീ ശ്രീ ശാരദാ ദേവിയോ എന്ന ഒരു സന്ദേഹം, ഒരു സന്ദേശം, ഒരു ഡൗട്ട്, ഒരു സന്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഒരു യാത്ര ആരംഭിച്ച് ഭാരതം മുഴുവനും സഞ്ചരിച്ച് അദ്ദേഹം ഭാരതത്തെ അറിയാൻ ശ്രമിച്ചു. ആ സമയത്ത് ബ്രിട്ടീഷിന്റെ അധീനതയിലായിരുന്ന ഭാരതം തങ്ങളുടെ സ്വത്വം മറന്ന് നമ്മൾ ആരാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഒരു അടിമത്വ മനോഭാവത്തിലിരിക്കുന്ന ഒരു സമയം. ഈ സമയത്ത് അദ്ദേഹം നടക്കുമ്പോൾ കണ്ടത് സ്വാഭിമാനം കൈവടിഞ്ഞ, സ്വന്തത്തിൽ വിശ്വാസമില്ലാത്ത, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഭാരത ജനതയാണ്. അങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹം കന്യാകുമാരിയിൽ എത്തുമ്പോൾ ആ പാറയുടെ മുകളിൽ അനേക നൂറ്റാണ്ടുകൾ തപസ് ചെയ്ത ദേവി കന്യാകുമാരിയുടെ പാദചിഹ്നത്തിന്റെ പൂജ നടത്തുന്നിടത്ത് അദ്ദേഹം കടൽ നീന്തി കയറി അവിടെ ഇരുന്ന് 3 ദിവസം തപം ചെയ്തു, ധ്യാനം ചെയ്തു. ആ ധ്യാനത്തില് ഭാരത മാതാവിനെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. എന്തായിരുന്നു ഈ ഭാരതം, എന്താണ് ഈ ഭാരതം, എന്താകണം വരാൻ പോകുന്ന ഭാരതം എന്ന് അദ്ദേഹം ആ ധ്യാനത്തിലൂടെ മനസ്സിലാക്കി. ഭാരതത്തിന്റെ അതീതം, ഭാരതത്തിന്റെ ചരിത്രം, ഭാരതത്തിന്റെ സംസ്കാരം, ഇന്ന് ഭാരതം എങ്ങനെയായി, ഇനി വരാൻ പോകുന്ന ഭാരതം എങ്ങനെയായിരിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ധ്യാനം വെറും ഒരു സന്യാസിയുടെ ധ്യാനമായിരുന്നില്ല, മറിച്ച് ഓരോ ജനതയിലുമുള്ള ദൈവത്വത്തെ എങ്ങനെ വെളിയിൽ കൊണ്ടുവരാം, എങ്ങനെ ഈ ഭാരതത്തിന്റെ സത്വം വെളിയിൽ കൊണ്ടുവരാം, എങ്ങനെ എല്ലാവരിലും ഒളിഞ്ഞിരിക്കുന്ന ദൈവ ചൈതന്യത്തെ വെളിയിൽ കൊണ്ടുവരാം എന്ന ധ്യാനമാണ് അദ്ദേഹം ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം അമേരിക്കയിൽ പോയത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ നാട് തന്നെ അറിഞ്ഞത്. പക്ഷെങ്കിൽ ആ അമ്മയുടെ കാര്യം ചെയ്യണം എന്ന് അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തോട് പറയുമ്പോൾ ഒരു മാതാവ് അല്ലെ അമ്മ എന്ന് പറയുന്നത് ജന്മം കൊടുക്കുന്ന ജനനി മാത്രമല്ല, ഗുരുപത്നിയായ മാതാവ് മാത്രമല്ല, മറിച്ച് ഒരമ്മ, അതാണ് ഭാരത മാതാവ്. ഭാരതം നമുക്ക് അമ്മയാണ്. ആ ഭാരതത്തിലെ ഓരോ മക്കളും അദ്ദേഹത്തിന് അമ്മയുടെ സ്ഥാനമായിരുന്നു. അങ്ങനെ ആ സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിൽ നിന്ന് പോകുന്നതും ഒരു വലിയ കഥ തന്നെ നമുക്കറിയാം. അങ്ങനെ സ്വാമി വിവേകാനന്ദന്റെ 100ാം ജന്മവർഷം ആഘോഷിക്കുമ്പോൾ ഭാരതത്തിലെമ്പാടും അലകൾ അടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു സന്യാസി,
ഒരു കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച് ഭാരതത്തെ മാത്രമല്ല മറ്റു ദേശങ്ങളെയും ഉണർത്തിയ സ്വാമി വിവേകാനന്ദൻ. ആ സ്വാമി വിവേകാനന്ദന്റെ അകത്തുള്ള മാതൃശക്തി, ആ സ്വാമി വിവേകാനന്ദന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന മാതൃഭക്തി, അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആ സ്വാമി വിവേകാനന്ദന് വേണ്ടി ആ പാറയില് ഒരു സ്മാരകം ഉയർത്തണം. അതിനുവേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചു. ആ ശ്രമങ്ങളുടെ അവസാനമാണ് നമ്മൾ ഇന്ന് കാണുന്ന ശിലാസ്മാരകം, വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. അതിന്റെ നിർമ്മിതിക്കായി, അതിന്റെ ലീഡർഷിപ്പ് എടുത്ത് അതിനുവേണ്ടി വേല ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ഏകനാഥ്ജി റാനഡെ എന്ന ഒരു മഹാനായ വ്യക്തി. അദ്ദേഹം അന്ന് തീരുമാനിച്ചു, ഒരു ശിലാസ്മാരകം സ്വാമി വിവേകാനന്ദന് വേണ്ടി വെച്ചാൽ മാത്രമായില്ല, അദ്ദേഹത്തിന്റെ സന്ദേശം നിങ്ങളുടെ മാതൃഭക്തി ഉണരണം, ചൈതന്യത്തെ ഉണർത്തണം എന്ന സ്വാമിജിയുടെ സന്ദേശം കൊണ്ടുപോകാൻ ഒരുപാട് ആൾക്കാരുടെ ആവശ്യമുണ്ട്. അങ്ങനെ ജീവിതം അതിലേക്ക് ത്യജിച്ചു വരാനുള്ള യുവാക്കളെ വേണം. അങ്ങനെയുള്ള യുവാക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ട് വിവേകാനന്ദ കേന്ദ്രം എന്ന ഒരു സ്ഥാപനം ജീവിതം മുഴുവനും ദേശസേവനത്തിനായി സമർപ്പിച്ചു വരുന്ന, അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യകർത്താക്കളായ യുവാക്കളെ ആഹ്വാനം ചെയ്യും. അങ്ങനെ ഒരു സ്ഥാപനം വരികയുണ്ടായി. 1970 വിവേകാനന്ദ ശിലാസ്മാരകം ദേശത്തിന് സമർപ്പിച്ചുകൊണ്ട് 1972 വിവേകാനന്ദ കേന്ദ്രം എന്ന ഒരു സ്ഥാപനം വന്നു. സ്വാമി വിവേകാനന്ദന്റെ ഈ സന്ദേശം ഉണർത്താൻ, അതായത് ഉള്ളിലുള്ള ദൈവ ചൈതന്യത്തെ ഉണർത്തണം. നമ്മളിൽ എല്ലാവരിലും ആ മാതൃശക്തിയുണ്ട്. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന ഒരു എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് മാതൃത്വം, അതിലൂടെ കുടുംബത്തിന്റെ ചൈതന്യം. മാതൃത്വം എന്ന് പറയുമ്പോൾ ജന്മം കൊടുത്ത് ജനനിയായതുകൊണ്ട് മാത്രമല്ല, മാതൃത്വം എന്നത് ഒരു പ്രിൻസിപ്പിളാണ്, ഒരു തത്വമാണ്. ആ തത്വം നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ ജന്മം കൊടുത്തുകൊണ്ട് മാത്രമല്ല, അതായത് ത്യാഗം, ക്ഷമ, സ്നേഹം, ഐശ്വര്യം, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചില തത്വങ്ങൾ നമ്മളിലുണ്ട്. അത് ഉണർത്തണം. അതായിരുന്നു സ്വാമി വിവേകാനന്ദന്റെയും സന്ദേശം. സ്വാമിജി പറഞ്ഞിരുന്നു, സ്ത്രീകൾക്ക് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കൂ, അതിനുശേഷം അവരെ അവരുടെ വഴിക്ക് വിടൂ, അവര് കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്ന് പറയുമായിരുന്നു. വിദ്യാഭ്യാസം എന്നൊരു കാര്യം അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നു. അതായത് അക്ഷരാഭ്യാസമല്ല. അക്ഷരാഭ്യാസം ഇന്ന് നമുക്ക് ധാരാളമുണ്ട്, ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നമുക്കുണ്ട്. പക്ഷെങ്കില് വിദ്യാഭ്യാസം എന്നത് തിരിച്ചറിവാണ്, ജ്ഞാനമാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എവിടെ പോകണം, എവിടെ പോയിക്കൂടാ, എന്താണ് നമ്മള് എന്ന് തിരിച്ചറിയുന്ന ആ തത്വമാണ് മാതൃത്വം. ആ മാതൃത്വം നമ്മൾ ഉണർത്തി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങൾ സത്യമായും ചൈതന്യമാകും. ആ ചൈതന്യം നമ്മുടെ കുടുംബങ്ങളിൽ തീർച്ചയായും വരും. അപ്പൊ ആ ചൈതന്യം വരണമെങ്കിൽ നമുക്ക് മാതൃതത്വം അറിയണം. മാതൃതത്വം അറിയണമെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ള ചർച്ചയുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ വേണം അവരുടെ പ്രഭാതം ഉണരുവാൻ. എന്ത് പറഞ്ഞുകൊണ്ടാണ് ഒരു വീട്ടിലെ കുടുംബം ഉണരുന്നത്? രാവിലെ എന്താണ് അവിടുത്തെ ഉണരാനുള്ള വിധി? അമ്മമാരെന്താണ് കുഞ്ഞുങ്ങളെ വിളിക്കുന്നത്? അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സംസാരമാണ് ഒരു കുടുംബത്തിൽ അതിനെ ഉണ്ടാകുക? എന്താണ് അവിടുത്തെ സ്ഥിതി? ശാന്തമായ ഒരു അന്തരീക്ഷമാണോ കുടുംബത്തില്? അതോ പാത്രങ്ങൾ അടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞും ചീത്ത പറഞ്ഞും ഒക്കെയാണോ ഒരു കുടുംബം ഉണരുന്നത്? അതായത് നമ്മുടെ പ്രഭാതങ്ങൾ, നമ്മളുടെ പുലർക്കാലത്തിലുള്ള സമയം, അത് ഒരു അമൃതമായി മാറണം. മൃതമാകരുത്, അമൃതമാകണം. അമൃത തത്വത്തെ ഉണർത്തുന്നതായിരിക്കണം നമ്മളുടെ പ്രഭാതങ്ങൾ. അതാണ് ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു കുടുംബം ആദ്യമായി ചിന്തിക്കേണ്ടത്. ഇപ്പൊ എല്ലാവരും ഒന്ന് ചിന്തിക്കണം, നമ്മുടെ കുടുംബം രാവിലെ എങ്ങനെയാണ് ഉണരുന്നത്? നമ്മുടെ മാനസികാവസ്ഥ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? ഇതൊന്നും നമ്മൾ ഇതിലേക്ക് പോയി നോക്കുമ്പോൾ മനസ്സിലാകും. ആ കുടുംബത്തിന്റെ അന്തരീക്ഷം എങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്? അടുപ്പിൽ ചിട്ടയുമായിട്ട് സംഗതികളൊക്കെ വെച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ ഉണരുമ്പോൾ അവരോട് എങ്ങനെയാണ് നമ്മൾ അവരെ അഭിവാദ്യം ചെയ്യുന്നത്? എന്ത് പറയാണ് അവരെ നമ്മൾ വിളിക്കുന്നത്? ഇതൊക്കെയും അതില് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രഭാതം എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ഒരു കുടുംബത്തിന് എങ്ങനെയുള്ള ചർച്ചകൾ നടക്കണം,
എങ്ങനെയായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്? വേണ്ടുന്ന രീതിയിലുള്ള ബഹുമാനം കൊടുത്തുകൊണ്ട് എല്ലാവരെയും സ്വന്തമാക്കാനുള്ള ഒരു മാതൃത്വം അവിടെ വളരുന്നുണ്ടോ? ആ മാതൃത്വം കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ? ഇതൊന്നും നമ്മുടെ പുസ്തകത്തിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ കോളേജുകളിൽ പഠിപ്പിക്കേണ്ടതോ ആയ വിഷയങ്ങളല്ല. ഇത് വീട്ടിൽ ആചരിച്ചുകൊണ്ട് മറ്റുള്ള കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതായ സംഭവങ്ങളാണ്. അതായത് ഒരു കുഞ്ഞു സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവന്റെയോ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കാണും. ഇതൊക്കെ ആ കുഞ്ഞ് അവരുടെ അമ്മയോടും അച്ഛനോടും പങ്കുവയ്ക്കുമ്പോൾ ഒരമ്മയും അച്ഛനും അതിന് ഏത് രീതിയിലാണ് അതിന് വഴിത്തിരിവ് കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ തന്നെ സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിന്റെ ഒരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമാകും. സ്വാമിജി ചെറുപ്പകാലത്തിന് എന്താവണം എന്ന് ഒരു ടീച്ചർ ചോദിക്കുമ്പോൾ പറഞ്ഞു, കുതിരവണ്ടിക്കാരനാകണം. അപ്പൊ എല്ലാവരും കളിയാക്കി. അത് കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. അപ്പൊ അമ്മയോട് പറഞ്ഞു, എനിക്ക് കുതിരവണ്ടിക്കാരനാകണമെന്ന് പറയുമ്പോ ക്ലാസ്സിൽ എല്ലാവരും എന്നെ കളിയാക്കി. അതെന്താ അമ്മേ, കുതിരവണ്ടിക്കാരനാകുന്നത് ഒരു പാപമാണോ എന്ന്. അപ്പൊ അമ്മ ചിരിച്ചുകൊണ്ട് ആ മകനെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, ആ മോനെ, നീ ഒരു കുതിരവണ്ടിക്കാരനാകണം, ഇങ്ങനെയുള്ള കുതിരവണ്ടിക്കാരനാകണം. അതായത് ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ തേര് തെളിച്ചു നിൽക്കുന്ന ആ കുതിരവണ്ടിക്കാരനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇങ്ങനെയുള്ള കുതിരവണ്ടിക്കാരനാകണം. അതായത് ലോകത്തെ നയിക്കുന്ന കുതിരവണ്ടിക്കാരനാകണം. അപ്പോ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയാണോ നടക്കുന്നത്? കുഞ്ഞവന്റെ ആഗ്രഹങ്ങൾ പറയാൻ നമ്മൾ അനുവദിക്കാറുണ്ടോ? അതല്ല, പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ് നമ്മൾ അതിനൊരു വഴിത്തിരിവ് കൊടുക്കുന്നത്? ഒരു മാതൃത്വം എന്ന് പറയുമ്പോ ഈ ചിന്താശക്തി എങ്ങനെയാണ് ആ കുഞ്ഞിനൊരു വഴി കാണിച്ചു കൊടുക്കുക, ഒരു മാർഗം കാണിച്ചു കൊടുക്കുക, നേരായ വഴിയിലേക്ക് നയിക്കാനാണ്. ഇതിന് നമ്മൾ ഡിഗ്രി ഒന്നും പാസ്സാകേണ്ട ആവശ്യമില്ല. കാരണം ഈ സ്വതസിദ്ധമായ നമ്മളിലുള്ള മാതൃത്വം ഉണരണം. അത് ഉണരണമെങ്കിൽ നമ്മൾ സത്സംഗം ഉണ്ടായിരിക്കണം. നമ്മൾ നല്ലവരുമായിട്ട് ഇണങ്ങിച്ചേരണം, നല്ല വാക്കുകൾ കേൾക്കണം. അത് തിരിച്ചു പറയാനും അതിന്റെ അന്തസത്ത മനസ്സിലാക്കാനുമുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ ഏതൊരു അമ്മയ്ക്കും ഇത് ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ആ ചെറുപ്പകാലത്ത് ഈ കാര്യം കേട്ട ബിലയ് എന്ന നരേന്ദ്രൻ എന്ന കുട്ടി, വിശ്വനാഥ ദത്തയുടെയും ഭുവനേശ്വരി ദേവിയുടെയും മകനായ ആ കുട്ടി വിശ്വലോകം അറിയുന്ന ഒരു മഹാവ്യക്തിയായി മാറി ഇന്നും നമ്മുടെ മുമ്പില് ശക്തനായിട്ട് നിൽക്കുന്നു. ഇതിന്റെ പുറകില് ഒരു അമ്മയുടെ മാതൃത്വം ഉണർന്നതിന്റെ വഴിയാണ്. എന്തുകൊണ്ട് ആ കുഞ്ഞിന് അങ്ങനെ പറഞ്ഞു കൊടുക്കൂ? ഇന്ന് സത്യം പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ കൃതികൾ പഠിച്ചാൽ, അദ്ദേഹത്തിന്റെ ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, അദ്ദേഹം സത്യമായിട്ടും ഒരു കുതിരവണ്ടിക്കാരനായി, ലോകത്തെ മുഴുവനും നയിക്കുന്ന കുതിരവണ്ടിക്കാരനായി മാറി. അതെങ്ങനെ മാറി? ചിന്താഗതികളിൽ എങ്ങനെ മാറ്റം വരുത്തി? ഇതാണ് ഒരു അംശം വഴികൾക്ക്. ഇതാണ് ഇന്ന് കുടുംബത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം. എന്തോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കുഞ്ഞെന്താവണം എന്ന് ചിന്തിക്കുന്ന അമ്മ മിക്കവാറും ഇപ്പോ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, IAS ഓഫീസർ ആകണം, ഒരു മനുഷ്യനാകണമെന്നോ ഒരു നല്ലവനാകണമെന്നോ പറയാൻ നമ്മൾ മറന്നു പോകുന്നു. അതിനുള്ള ഒരു സാഹചര്യം വീടുകളിൽ ഒരുക്കി കൊടുക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുമോ? അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്? ഒരു കുഞ്ഞിന് അവന്റെ സ്വന്തത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്തൊരവസ്ഥ, ഒരു കുഞ്ഞിന് മുൻപോട്ട് ഭാവിയിലേക്ക് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ നിർമ്മിക്കുന്നത് തന്നെ ആരാണ്? നമ്മൾ തന്നെയല്ലേ? അപ്പോ മാതൃത്വം എന്ന ഒരു ശക്തി നമ്മളെ എല്ലാവരും ഉണർത്താൻ ഇതുപോലെയുള്ള സത്സംഗങ്ങൾ നമ്മളെ തീർച്ചയായിട്ടും ചിന്തിപ്പിക്കും. ഈ ചിന്തയാണ് പിന്നീട് ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പൊ ആ ചിന്താഗതി എവിടെയോ തെറ്റായി പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ നാടിന്റെ ഗതി അധോഗതിയായി മാറാനുള്ള ഏക കാരണം. അപ്പോ നമ്മളോട് ആദിശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഒരു ജീവന്റെ ഉദ്ദേശം തന്നെ ജീവൻ മുക്തി നേടുക എന്നതാണ്. അതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് സത്സംഗമാണ്. നല്ലവരുമായി ഇരിക്കൂ, ചെവി തുറന്ന് കേൾക്കൂ. പലപ്പോഴും നമ്മൾ പോയി ഇരിക്കും, പക്ഷെ നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആയിരിക്കും. അത് കേൾക്കാനോ ഉൾക്കൊള്ളാനോ അതിനെ ഒന്ന് ഗ്രഹിച്ച് ജീവിതത്തിലേക്ക് എടുക്കാനോ നമ്മളെ കൊണ്ടാവുന്നില്ല. ഇതിന് പുറകിലും കാരണമുണ്ട്. കാരണം
നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മുടെ അധികതയിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല. അതിന് തുടക്കം നമ്മുടെ കുടുംബത്തിൽ നിന്നാകണം. കാരണം ഒരു കുഞ്ഞിന് കൊടുക്കുന്ന ആ ഒരു വഴിത്തിരിവ്, അവന് കൊടുക്കുന്ന അന്തരീക്ഷം, അതാണ് അവന്റെ യഥാർത്ഥ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും ഒക്കെ വളരെ വലുതാക്കുന്നതും വളർത്തുന്നതും വികസിപ്പിക്കുന്നതും. അപ്പൊ ആ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്കാകണമെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ചിന്തിക്കേണ്ടതായി വരുന്നു. വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരിയുടെ 50-ാം വർഷമാകുമ്പോൾ നമ്മളൊരു പ്രത്യേക സങ്കല്പം എടുത്തു, അമൃത കുടുംബ സങ്കല്പം. എല്ലാ കുടുംബങ്ങളും അമൃത കുടുംബങ്ങളാകണം. 2 വർഷം മുമ്പ് ഞാൻ ഇതേ വേദിയിൽ ഈ കാര്യം പറഞ്ഞിരുന്നു, ഇവിടെ വന്നിരുന്നു ഞാൻ. അപ്പോഴും ഞാൻ ഈ വിഷയം പറഞ്ഞിരുന്നു, നമ്മുടെ കുടുംബങ്ങളൊക്കെ അമൃത കുടുംബങ്ങളാണോ? അത് അമൃത കുടുംബങ്ങളാണെങ്കിൽ നമ്മൾ മരിക്കില്ല, നമ്മൾ ജീവിക്കും. അതായത് മൃതമാക്കരുത്. മൃതം എന്ന് പറഞ്ഞാൽ മരിക്കുക, അമൃതം എന്ന് പറഞ്ഞാൽ അമൃതത്വമാണ് എപ്പോഴും ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പൊ ആ അമൃതത്വത്തിലേക്ക് പോകണമെങ്കിൽ, ആ ശക്തി നമ്മളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പഠനം ആവശ്യമാണ്. നമ്മള് ശരിയായ പഠനം എന്ന് പറയുന്നത് മനസ്സിരുത്തി കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ അത് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സമൂഹം നല്ലതാവും. അത് വ്യക്തിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഈ രാഷ്ട്രം അങ്ങനെ വളരും. അങ്ങനെ വളരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള നമ്മുടെ മഹാനായ ഇവിടെ ഇത്രയും പേരെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ദീർഘദൃഷ്ടിയുള്ളവരായിരുന്നു. വരും കാലത്തിന് നമ്മുടെ സമൂഹം എങ്ങനെയാകാൻ പോവുകയാണ്, അതിനവര് മുമ്പേ ഒരു സങ്കേതം നമുക്ക് തന്നു. നമ്മൾ ഇതൊക്കെ എടുക്കണം, വരണം, ജീവിക്കണം, ഒരു കുടുംബമായിട്ട് വരണം. ഇന്ന് കഴിവതും ചെറുപ്പക്കാരൊക്കെ മാറിയിരിക്കുകയാണ്. കുറച്ച് മുതിർന്നവർ, പ്രായമായവര് ചില സമയത്ത് വന്നിരിക്കും, അവർക്ക് വേറെ പണിയൊന്നുമില്ല, അവര് തേടിയിട്ട് പോകും. അങ്ങനെ ഒരു സ്ഥിതിയായി വരികയാണ്. എവിടെ പോയാലും നമുക്ക് അതാണ് കാണാൻ സാധിക്കുക. അങ്ങനെ ഒരു നല്ല കാര്യം കേൾക്കാനോ, നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കാനോ, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനോ ഇന്ന് നമുക്കൊരു സാഹചര്യം ഇല്ലാതായി. പ്രഭാഷണം എന്ന് കേൾക്കുമ്പോഴേ അവിടെ മനസ്സ് മടുത്താണ് ഇരിക്കുക. എപ്പോ തീരും, ഇതെന്താ പറയാൻ പോകുന്നത്? പക്ഷേങ്കില് ഈ നല്ല കാര്യങ്ങൾ ചെറുപ്പത്തിലെ വീട്ടിലൊരു സാഹചര്യം കൊടുത്ത് പറഞ്ഞു കൊടുത്താൽ കുഞ്ഞുങ്ങൾ ഇനിയും കേൾക്കാനാണ് ആഗ്രഹിക്കും. അവരിതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചെയ്യും, ചോദ്യങ്ങൾ ചെയ്യും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നമ്മൾ തയ്യാറ്. നമ്മുടെ ഈ സമൂഹം ഒരു കാരണവശാലും വീഴാൻ ചാൻസ് ഇല്ല. അപ്പൊ അങ്ങനെ വളർത്തിയെടുക്കാൻ ഒരമ്മ, ഒരു മാതൃത്വം നമുക്ക് ഇന്ന് ആവശ്യമാണ്. ആ ക്ഷമ, ആ ശക്തി, അതിനാണ് കുന്തി ദേവിയൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. അതായത് വനത്തിൽ വിട്ടപ്പോഴും കുഞ്ഞുങ്ങളെ വിടാതെ അമ്മ സ്വന്തം ആ കുഞ്ഞുങ്ങളോടൊപ്പം നടന്ന് എപ്പോഴും നേർവഴി കാണിക്കുന്നതിന്റെ ഫലമാണ് നമ്മൾ കാണുന്ന പാണ്ഡവൻ എന്ന് പറയുന്നത് നമ്മൾ മഹാഭാരതം പഠിക്കുന്നത്. ആ പാണ്ഡവരുടെ മുമ്പിൽ അമ്മ എപ്പോഴും ഒരു ഉദാഹരണമായിരുന്നു, ത്യാഗത്തിന്റെ ഉദാഹരണം. എന്തും ചെയ്യാൻ തയ്യാറ്, എന്തും സഹിക്കാൻ തയ്യാറായിട്ടൊരു അമ്മ. എല്ലാം മനസ്സിലുള്ളതെല്ലാം കുഞ്ഞുങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന ഒരു അവസരം കൊടുക്കുന്ന ഒരു അമ്മ. അതിനകത്ത് തന്നെ ആ മഹാഭാരതത്തിൽ തന്നെ ഗാന്ധാരിയായ ഒരു അമ്മയും നമ്മുടെ കയ്യിലുണ്ട്, ഇല്ലേ? ഗാന്ധാരി ഒരു പതിവ്രത പത്നിയാകുന്നതിന് വേണ്ടി ധൃതരാഷ്ട്രത്തെ കണ്ണു കാണില്ലെങ്കിൽ എനിക്കും കണ്ണു കാണണ്ട, എന്റെ ഭർത്താവ് പതിവ്രതയായ പത്നിയാകാൻ വേണ്ടി എന്റെ ഭർത്താവ് കാണാത്തതൊന്നും തന്നെ എനിക്കും കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണു മൂടിക്കെട്ടി 101 മക്കളെ നിർമ്മിച്ചു. 101 മക്കൾക്ക് ജന്മം കൊടുക്കും. ആ 101 മക്കൾ എങ്ങനെ ജീവിക്കുന്നു, എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന കണ്ണുണ്ടായിട്ടും കാണാൻ സാധിക്കാത്ത ഒരു അമ്മയായി മാറുന്നു. അത് നമ്മുടെ മുമ്പിൽ ഉദാഹരണമാണ്. ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയും മനസ്സിലാക്കാൻ വേണ്ടിയും ജീവിതം നയിക്കാൻ വേണ്ടിയും പറഞ്ഞു തന്നിരിക്കുന്നതാണ് നമ്മുടെ മുമ്പിൽ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നും സംഭവം തന്നെയാണ് നടക്കുന്നത്. കണ്ണുകളുണ്ട്, മൂടി കെട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ തിമിരം ബാധിച്ച കണ്ണുകളാണ്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, വഴി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുമ്പോ അത് ഗ്രഹിക്കാനോ എടുക്കാനോ ആ വയസ്സിൽ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉദാഹരണം നമ്മുടെ കുടുംബത്തിലാകട്ടെ, കുഞ്ഞുങ്ങൾ അത് കണ്ടു വളരാൻ അവർക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു വലിയൊരു പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും. ഇന്ന് നമ്മുടെ പരിവർത്തനത്തിന്റെ പാതയിലേക്ക് ഭാരതം കുതിച്ചുയരുകയാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാലയളവിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കാം. ഇത് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ, നമ്മുടെ കുടുംബങ്ങളെ വളർത്തിയെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളത്തിൽ ഇന്ന് കാണുന്ന പലവിധ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ വരും തലമുറയെ രക്ഷിക്കാനാവുമോ? പക്ഷേ അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ എല്ലാവിധ ഉത്തരവാദിത്വങ്ങളും നമ്മൾ നമ്മുടെ തലയിൽ ഏറ്റെടുക്കേണ്ടതായ ആവശ്യമുണ്ട്. അത് ചെയ്യണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായി തീരണം.
എല്ലാവരും സ്വന്തത്തോട് ചോദിക്കണം, ഞാൻ ഒരു വ്യക്തിയാണ്, ആ ഒരു വ്യക്തിയായ ഞാൻ എന്താണ് ചെയ്യുന്നത്? സ്വന്തത്തിന് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സമൂഹത്തിന് വേണ്ടി, എന്റെ രാഷ്ട്രത്തിന് വേണ്ടി. ഈ രാഷ്ട്രം ഭാരതം അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുകയാണ്. അതിന്റെ കേരളത്തിന്റെ സ്ഥാനം എന്തായിരിക്കണം? ആ കേരളത്തിലെ ഓരോ ജില്ലയുടെയും സ്ഥാനം എന്തായിരിക്കണം? ഓരോ ജില്ലയിലും ഓരോ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ചിന്ത എന്തായിരിക്കണം? അവിടെയുള്ള ഓരോ കുട്ടികളുടെയും ചിന്ത എന്തായിരിക്കണം? ഇത് ആര് കൊടുക്കും? ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായി, ആ ചിന്ത വളർന്ന് നമ്മുടെ പ്രവൃത്തിയിൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മള് ഒരു മാറ്റം തീർച്ചയായിട്ടും കൊണ്ടുവരും. ഈ മാതൃശക്തി ഉണർത്തിയാൽ, കുടുംബം ചൈതന്യപരമായാൽ, വരും കാലത്തില് എല്ലാവർക്കും ഇവിടെ സമാധാനമായിട്ടും സന്തോഷത്തോടുകൂടിയും ജീവിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈശ്വരക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇങ്ങനെ ഒരു നമ്മുടെ ദീർഘദൃഷ്ടികളായ ഗുരുക്കന്മാര് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ ഒരു പാവന പവിത്രമായ പമ്പാ നദിയുടെ തീരത്ത് നമ്മൾ ഇരിക്കുമ്പോ, ഇവിടുന്ന് പോകുന്ന നമ്മൾ ഓരോരുത്തരും എത്ര പേര് ഇവിടെ ഇരിക്കുന്നുവോ, വെളിയിൽ നിന്ന് എത്ര പേര് കേൾക്കുന്നുവോ, ഓരോരുത്തരും ഒരു സങ്കല്പം മനസ്സിലെടുക്കുക. ഞാൻ എന്റെ കുടുംബത്തിന് എന്നിൽ നിന്ന് പരിവർത്തനം നടത്തിക്കൊണ്ട്, എന്നിലുള്ള മാതൃശക്തിയെ ഉണർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും എന്റെ കുടുംബത്തിലും എന്റെ സമൂഹത്തിലും എന്റെ രാഷ്ട്രത്തിലും ഒരു ചേഞ്ച്, ഒരു പരിവർത്തനം കൊണ്ടുവരും എന്നൊരു സങ്കല്പം എടുത്താൽ തീർച്ചയായും ഈ ഹിന്ദു സമ്മേളനം ഒരു വലിയ മാറ്റത്തിന് കാരണമായി മാറും. അങ്ങനെ ഒരു മാറ്റത്തിന് തീർച്ചയായിട്ടും കാരണമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വിവേകാനന്ദ കേന്ദ്രം കന്യാകുമാരിയുടെ എല്ലാവിധമായ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്കെല്ലാം നേരുന്നു. അതോടൊപ്പം തന്നെ എന്നെ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ ഒരു അംഗമായി ഇവിടെ ക്ഷണിച്ചതിനും ഇതിൽ വന്ന് നിങ്ങളോടൊക്കെ ഒപ്പം സംവദിക്കാൻ സാധിച്ചതിന് ഒരുപാട് കൃതാർത്ഥതയുണ്ട്, ഒരുപാട് കൃതജ്ഞതയുണ്ട്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. നമസ്കാരം. ജയ്. അടുത്തായി പ്രഭാഷണത്തിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീന റോയ്